അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, നമ്മളെ സംബന്ധിച്ച് ഒരു താൽക്കാലിക ആശ്വാസമെങ്കിലും ലഭിച്ചിട്ടുണ്ട്. കാരണം നാളെ നടത്താനിരുന്ന വധശിക്ഷയാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കതല്ല വേണ്ടത്. ഈ വധശിക്ഷ ഒഴിവാക്കി എന്നുള്ളൊരു തീരുമാനത്തിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റു ചർച്ചകളിലേക്കൊന്നും പോയില്ലായിരുന്നുവെങ്കിൽ ശരിക്കും നാളെ വധശിക്ഷ നടപ്പാക്കുന്ന ഒരു ദിവസമായതിനെ മലയാളികൾ ആകെ ഉടനീളം ആ കാര്യത്തിലൊരു വിഷമത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അതേസമയം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിലുള്ള സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീലിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തി. അങ്ങനെ യമനിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഈ യുവാവിൻ്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു സന്നദ്ധത റെഡിയായി. അങ്ങനെ ഹബീബ് ഉമറിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സംഘം ഈ തലാൽ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട യമനി യുവാവിൻ്റെ കുടുംബവുമായി സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിവസമാണ്. ഇന്നലെ ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും യമനി ടൈം 10 മണിക്കോടുകൂടി എല്ലാവരും എത്തി വീണ്ടും ചർച്ചകളൊക്കെ നടത്തി. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയം ആണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇത്രയും നാൾ അവിടെ മറ്റ് ഇടപെടലുകൾ നടത്തിയിട്ട് പോലും പിന്നെ അവരെ ഒരു ചർച്ചയ്ക്ക് മുന്നിൽ ഇരുത്താൻ പോലും പലപ്പോഴും സന്നദ്ധമായിരുന്നില്ല. കാരണം അത്രയും വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിരുന്നു യമനി യുവാവിൻ്റേത്. അവിടെ പ്രാദേശികമായ വലിയ വികാരം ഉയർന്നു. പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു. ആ ഗോത്രം വലിയ പ്രകോപനത്തിലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള ഒരാളാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളത് അവിടെ പ്രാദേശികമായി വലിയ വിഷയമാവുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ മാപ്പ് നൽകുക എന്ന് പറയുന്നത് കുടുംബത്തിന് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പാക്കിയതിന് ശേഷം മേൽക്കോടതികളിലേക്ക് പോകുമ്പോഴൊക്കെ തന്നെയും കുടുംബത്തിൻ്റെ അഭിപ്രായം തേടിയപ്പോഴൊക്കെ കുടുംബം മാപ്പ് നൽകുന്നില്ല എന്ന കാര്യം അറിയിച്ചു. അതിനെ തുടർന്നാണ് അവിടുത്തെ സുപ്രീം കോടതി തന്നെ ഏറ്റവും ഈ വധശിക്ഷ ശരിവെച്ചത്. അതിനെ തുടർന്ന് അതിൻ്റെ തീരുമാനമെടുക്കുന്നു. അതിപ്പോൾ നാളെയാണ് ശരിക്കും അതിൻ്റെ വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. ഇതിനിടയിലാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ വരുന്നത്. കാന്തപുരത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നിർണായകമായത് അസ്ലം? അത് കാന്തപുരത്തിന് ഈ യമനി പണ്ഡിതനായ ഹബീബ് ഉമറുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഹബീബ് ഉമർ കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം കാരന്തൂർ മർക്കസിൻ്റെയും നോളജ് സിറ്റിയുടെയൊക്കെ ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരത്തെ തന്നെ ഒരു പണ്ഡിതന്മാരോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹമായിട്ടുള്ള ബന്ധമുള്ളത്. അതേസമയം യമനിൽ പിന്നെ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് പരിമിതി ഉണ്ടെന്നുള്ള കാര്യം സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ച സാഹചര്യത്തിൽ മറ്റ് സാധ്യതകളെല്ലാം തന്നെ നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം എല്ലാം തേടിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കാന്തപുരത്തിന് കത്തയക്കുകയും തുടർന്ന് ഏറ്റവും അവസാന നിമിഷം ഒന്നല്ലേ അദ്ദേഹം കാന്തപുരവുമായി സംസാരിക്കുകയും യമനിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ഇടപെടൽ, അതായത് നയതന്ത്ര ഇടപെടലുകൾക്ക് പരിമിതിയുണ്ട്. കാരണം അവിടെ യമൻ എന്ന് പറയുന്നത് ഒരു വശത്ത് ഹൂത്തി മദർ ഭരണം കൈയാളുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് നിമിഷ ജയിലിൽ കഴിയുന്നത്. മറ്റൊരു സർക്കാർ എന്ന് പറയുന്നത് അത് സൗദി അറേബ്യയുമായി ചേർന്ന് അല്ലെങ്കിൽ സഹകരിച്ച് പോകുന്ന ഒരു സർക്കാരാണ്. രണ്ട് ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇതുകൂടാതെ പല സ്ഥലങ്ങളിലും ഗോത്ര വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAE പോലെ ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നയതന്ത്രമായ ഇടപെടൽ എംബസി വഴി നടത്താനുള്ള ഒരു പരിമിതികളുണ്ടായിരുന്നു. ഇന്ത്യയുടെ എംബസി തന്നെ യമനിലില്ല. പകരം യമനിന് വേണ്ടിയുള്ള എംബസി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ UAE-യിലാണ്. നേരത്തെ ജിബൂട്ടിയിലായിരുന്നു, ഇപ്പോൾ UAE-യിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ നയതന്ത്ര ഇടപെടലുകളുടെയും ആ രാഷ്ട്രത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊരു ചിത്രം ലഭിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഏതെങ്കിലും മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ അവിടെ സ്വാധീനമുള്ള ആൾക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന ഒരു അന്വേഷണമാണ് ചാണ്ടി ഉമ്മൻ കാന്തപുരവുമായി നടത്തിയത്. ആ സമയത്ത് തന്നെ ഈ ഹബീബ് ഉമറുമായി ഇദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ ചില വിവരങ്ങൾ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയണമെങ്കിൽ ശ്രമിക്കാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാന്തപുരം ഹബീബ് ഉമറുമായി സംസാരിച്ചത്. തുടർന്ന് ആ പ്രദേശത്തെക്കുറിച്ചും മറ്റുമൊക്കെ മനസ്സിലാക്കി ആ കുടുംബത്തെക്കുറിച്ചും ഗോത്രത്തെക്കുറിച്ചും മനസ്സിലാക്കുകയും ആ വിഷയത്തിൽ ആ കുടുംബവുമായി ഒരു ആദ്യഘട്ടത്തിൽ അനൗദ്യോഗികമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു ഔദ്യോഗിക ചർച്ചയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ തലാൽ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ സഹോദരനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെയാണ് ശരിക്കും ഒരു ആദ്യകാലത്തിൽ ഔദ്യോഗിക ചർച്ചയിലേക്ക് പോയത്. സാധാരണഗതിയിൽ അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ ചർച്ച നടത്തി പോകാറാണ്. അതേ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു കോംപ്രമൈസ് ഇല്ല എന്ന രീതിയിലാണ് സംസാരിക്കാറ്. അതേസമയം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ യുവാവിന്റെ കുടുംബം അതിനൊന്നുമായിട്ട് സഹകരിക്കുന്നൊരു സാഹചര്യമല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ ദിയാദനം സ്വീകരിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തിയിട്ടുണ്ടോ? ഇതുവരെയ്ക്കും ഒരു മാപ്പ് നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ചർച്ചകൾക്ക് കുറച്ചുകൂടി ഒരു സമയം കിട്ടുന്നതിന് വേണ്ടിയാണ് പിന്നെ ശരിക്കും ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചത്. അതേസമയം ചർച്ചകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നേരത്തെ തന്നെയുള്ള ഇടപെടലുകളൊക്കെ വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ തീരുകയും അതിൽ ഇല്ല എന്നൊരു നിലപാടിലേക്ക് പോവുകയും ചെയ്യും. അതേസമയം ഒരു മതപണ്ഡിതൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ എന്ന അർത്ഥത്തിൽ
ആ കുടുംബം കുറച്ചുകൂടി ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ട്. അതാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിനിധികൾക്ക്, പ്രത്യേകിച്ച് ഹബീബ് ഉമറിൻ്റെ പ്രതിനിധി ഹബീബ് മഷൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകം. അതുകൊണ്ട് തന്നെ കുടുംബവുമായി സംസാരിച്ച് ഒരു അനുകൂലമായ സമീപനത്തിലെത്താൻ കഴിയുന്നുള്ള പ്രതീക്ഷ പ്രതിനിധി സംഘം പങ്കുവെക്കുന്നുണ്ട്. അതേസമയം അത് അത്രയും എളുപ്പമല്ല, സങ്കീർണമാണെന്നും അവരും പറയുന്നുണ്ട്. കാരണം ഒന്ന്, ഈ പ്രദേശത്ത് വലിയ തോതിൽ ചർച്ചയായതാണ്. ഗോത്രവിഭാഗത്തിന് വലിയ വികാരം അക്കാര്യത്തിൽ ആ യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആ കുടുംബം വലിയ കുടുംബമാണ്. കുടുംബത്തിന് ഒറ്റയ്ക്ക് ഏതെങ്കിലും ആളിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിലെ മറ്റംഗങ്ങളൊക്കെ പിന്നെ അവരുടെ നിലപാടുകൾ ശ്രദ്ധിക്കേണ്ടി വരും. അവരെയൊക്കെ സമവായത്തിൽ എത്തിക്കേണ്ടി വരും. മാത്രമല്ല, അവരെ സമവായത്തിൽ എത്തിച്ചാൽ പോലും ആ ഗോത്രവിഭാഗങ്ങളും ആ പ്രദേശത്തുള്ള ആൾക്കാരും ഈ ദയാദാനത്തിന് വേണ്ടി മാത്രം അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്, മാപ്പാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, അത് വലിയ തോതിൽ അവർക്ക് പിന്നെ അഭിമാനക്ഷത ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായി വരും. അപ്പോൾ ഇതിനെല്ലാം ടാക്കിൾ ചെയ്തുകൊണ്ടും അവരെ അനുനയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു വളരെ വലിയ ശ്രമം തന്നെയാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു. എന്തായാലും അവർ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. ഇന്നലെയും ഇന്നും ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് പ്രതീക്ഷാവഹം. ഇത് വധശിക്ഷ നാളത്തെ നടപ്പാക്കാൻ തീരുമാനിച്ച വധശിക്ഷ മാറ്റിവെച്ച സാഹചര്യത്തിൽ കുറച്ചുകൂടി സമയം കിട്ടും. കാരണം ഇന്നത്തെ ചർച്ചകൾ കൊണ്ട് തീരുമാനമായില്ലെങ്കിലും ഇനിയും മറ്റു കൂടുതൽ ചർച്ചകളിലേക്ക് അവരെത്തിക്കാനും തീരുമാനത്തിലേക്ക് എത്തിക്കാനും കഴിയും എന്നുള്ള ശ്രമം. കാരണം ശരീഅത്ത് നിയമം അനുസരിച്ച് വധശിക്ഷ പിന്നെ കൊലപാതകത്തിൻ്റെ പിന്നെ കുറ്റം കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ വധശിക്ഷ തന്നെയാണ് നൽകുക. പിന്നെ അതിൽ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ആരാണോ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം അയാൾക്ക് പിന്നെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വധശിക്ഷ ഒഴിവാകും. അങ്ങനെയാണ് നമ്മുടെ സൗദിയിലുള്ള കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുറഹീം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വധശിക്ഷ ഒഴിവാകുകയും ഇനി ജയിൽ ശിക്ഷ മാത്രമേ ഉള്ളൂ. അത് 1 വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ റിലീസാവും എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ദിയാദാനമൊക്കെ ഇന്ത്യയിൽ ലോകത്തുടനീളമുള്ള മലയാളികൾ സഹകരിച്ച് സമാഹരിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ദിയാദാനം വാങ്ങി തന്നെ നൽകാം, അല്ലെങ്കിൽ ദിയാദാനം ഇല്ലാതെ തന്നെ മാപ്പ് നൽകാം. പണം